വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. എറ്റേണൽ ലവ് എന്ന ഡ്രാമയുടെ രണ്ടാം ഭാഗത്തിന്റെ തുടക്കത്തിൽ രഹസ്യമുറിയിലെ വെളിച്ചം എന്താണെന്നറിയാൻ അതിനുള്ളിൽ കയറിയപ്പോൾ ബോധം നഷ്ടപ്പെട്ട ടാനർ ഉണരുമ്പോൾ അവൾ ബെഡ്റൂമിലായിരുന്നു. ഞാനങ്ങനെ ഇവിടെ എത്തിയെന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ സാമ്രാജ്യത്തിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പുണ്ടായ സംഭവം സ്വപ്നം കണ്ടല്ലോ എന്ന് അവൾ ഓർമ്മിക്കുന്നത്. വെറുതെ ഓരോന്ന് ചിന്തിച്ചിരുന്ന് സമയം കളയാതെ എത്രയും പെട്ടെന്ന് ആ ബെഡ് കണ്ടെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ജംഗ്ഷനെ വിളിച്ച് ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള ക്ലോക്ക് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നു. ക്ലോക്ക് എന്താണ് എന്ന് പോലും മനസ്സിലാവാതെ ജംഗ്ഷൻ അന്തം വിട്ടു നിൽക്കുന്നത് കണ്ട് അത് വിട്ടേക്ക്, ഇപ്പോൾ സമയം എന്തായി കാണുമെന്ന് അവൾ ചോദിക്കുന്നു. ലഞ്ച് കഴിക്കാനുള്ള സമയമാകുന്നു, പക്ഷേ ലഞ്ച് ഇതുവരെ റെഡി ആയിട്ടില്ല. കുമാരിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്നാക്സ് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ജംഗ്ഷൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കിപ്പോൾ ഒന്നും വേണ്ട, നീ ഇവിടെ നിന്നേ. എന്നെ തടവിലിട്ടിരുന്ന മുറിയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് പുറത്ത് വന്നത്? ഞാൻ ഈ ഉച്ചവരെ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ ആരാണ് മാറ്റിയതെന്ന് ടാനർ ചോദിക്കുന്നു. ജംഗ്ഷൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് ഒരു വേലക്കാരി അവിടേക്ക് കയറി വന്ന് കുമാരിയുടെ വിവാഹം നാളെയാണെന്ന് യജമാനത്തെ അറിയിച്ചിരുന്നല്ലേ? സാധനങ്ങളെല്ലാം രാവിലെ 7 മണിക്ക് മുമ്പ് പാക്ക് ചെയ്ത് വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്തില്ലേ? വിവാഹം കഴിയുന്നതിന് മുമ്പ് തന്നെ കുമാരന്റെ ധൈര്യത്തിൽ ധിക്കാരം കാണിക്കാൻ തുടങ്ങിയാണോ എന്ന് യജമാനത്തെ ചോദിക്കാൻ പറഞ്ഞു എന്ന് വേലക്കാരി അറിയിച്ചപ്പോൾ ടാനർക്ക് ആകെ കലി കയറുന്നു. ആ പെൺപിള്ളയ്ക്ക് ഭ്രാന്താണ്, അവരുടെ മെനോപ്പസ് എടുക്കാറായെന്നാണ് തോന്നുന്നത്. അവർക്ക് അതിന്റെ സുഖമാണ്, അതുകൊണ്ടാണ് അവർ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ആക്രമിച്ചുകൊണ്ട് അവൾ ജോലിക്കാരുടെ നേർക്ക് ചാടി വീഴുന്നു. ജംഗ്ഷൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് ഇത് എന്റെ കുഴപ്പമാണ് എന്ന് യജമാനത്തോട് പറയണം. കുമാരി ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ നല്ല സുഖമില്ലായിരുന്നു, അതുകൊണ്ട് വിവാഹകാര്യം അറിയിക്കാനൊന്നും കഴിഞ്ഞില്ല. ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കൊള്ളാമെന്ന് ജോലിക്കാരോട് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ യജമാനത്തെ ഒരാളെ ഇവിടേക്ക് പറഞ്ഞയച്ചിരുന്നു. അവരോട് കുമാരി നേരിട്ട് തന്നെയല്ലേ സമ്മതം അറിയിച്ചത്? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ എന്ന് ജംഗ്ഷൻ അവളോട് ചോദിക്കുന്നു. ഞാനിവിടെ കേട്ടതെല്ലാം അതുപോലെ അവിടെ ചെന്ന് പറയാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് മറ്റേ ജോലിക്കാരി മടങ്ങിപ്പോയപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാവുമെന്നാണ് തോന്നുന്നത് എന്ന് ജംഗ്ഷൻ ആശങ്കപ്പെടുന്നുണ്ട്. എനിക്കിടയായി എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നത്, ചിലതൊക്കെ ഞാൻ മറന്നു പോകുന്നുണ്ട് എന്ന് തോന്നുന്നു എന്ന് ടാനർ ജംഗ്ഷനോട് പറഞ്ഞപ്പോൾ എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നുണ്ട്. കുമാരിക്ക് ഈയിടെയായി പല സമയത്തും പല സ്വഭാവമാണ്. ചിലപ്പോഴൊക്കെ കുമാരി എന്ന് വിളിക്കാൻ പറയും, ചിലപ്പോൾ ടാൻ എന്ന് വിളിക്കാൻ പറയും, ചിലപ്പോൾ മധുരമുള്ള ഭക്ഷണമാണ് ഇഷ്ടം, ചിലപ്പോൾ എരിവുള്ളതും എന്ന് ജംഗ്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ നിന്നോട് എപ്പോഴും എന്നെ ടാൻ എന്ന് തന്നെ വിളിക്കാനാണ് പറയാറുള്ളത് എന്ന് ടാൻ പറയുന്നു. ഇന്ന് രാവിലെ ഞാൻ ടാൻ എന്ന് വിളിച്ചപ്പോൾ പക്ഷേ കുമാരി എന്നെ വഴക്ക് പറഞ്ഞല്ലോ എന്ന് ജംഗ്ഷൻ പറയുന്നു. ഇനി എനിക്ക് അന്വേഷണം ആയിരിക്കുമോ? ഞാൻ കുറെ സയൻസ് ഫിക്ഷൻ സിനിമകളും ടൈം ട്രാവൽ ഡ്രാമകളും ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും അംനേഷ്യയെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ലല്ലോ. ഇനി പാരലായിട്ടുള്ള മറ്റൊരു യൂണിവേഴ്സിലെ ഞാനുമായി ഞാൻ മാറിപ്പോകുന്നതായിരിക്കുമോ എന്നൊക്കെ പലതും അവൾ ചിന്തിച്ചു കൂട്ടുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറെ ടൈം ട്രാവൽ ഡ്രാമകളും കൂടി കണ്ടിരിക്കാമായിരുന്നു. ഇനി ഈ നശിച്ച സ്ഥലത്തെ ടെൻഷൻ കൂടുതൽ കൊണ്ട് എനിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റിയോ മറ്റോ ആയതായിരിക്കുമോ എന്നും അവൾ ചിന്തിക്കുന്നു. ആകെ തല പുകയുന്നതിനാൽ ഉത്തരം കിട്ടാതെ അവൾ തലക്കിട്ടടിക്കുന്നുണ്ട്. ജംഗ്ഷൻ അവൾ പറയുന്നൊന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. അവൾ തലക്കിട്ടടിക്കുന്നത് കണ്ടപ്പോൾ അവൾ വേഗം അവളുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് കുമാരി എന്തൊക്കെയാണ് ഈ പറയുകയും കാണിക്കുകയും ചെയ്യുന്നത്? എനിക്കാകെ പേടിയാവുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നീ എന്നോട് കള്ളം പറയുന്നതാണോ എന്ന് ടാനർ ചോദിക്കുന്നു. ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്? ഞാൻ ഇന്നുവരെ കുമാരിയോട് കള്ളം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ജംഗ്ഷൻ അവിടെ ഉണ്ടായിരുന്ന എംബ്രോയിഡറി എടുത്തുകൊണ്ട് കാണിച്ച് ഇത് കണ്ടോ, ഇത് കുമാരി ഇന്ന് രാവിലെ ചെയ്തതാണെന്ന് പറയുന്നു. ഞാൻ ചെയ്തതൊന്നുമല്ല, നീ ചെയ്തിട്ട് നീ അത് എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞ് ടാനർ അത് തട്ടി മാറ്റിയപ്പോൾ യജമാനത്തി ഇന്നലെ കുമാരിയോടല്ലേ ഇത് ചെയ്യാൻ പറഞ്ഞത്, അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇത് ചെയ്യാനുള്ള ധൈര്യം കാണിക്കും, ഒന്നുകൂടി ഒന്ന് ഓർത്ത് നോക്കിയെന്ന് പറഞ്ഞ് ജംഗ്ഷൻ വീണ്ടും അത് അവളെ കാണിക്കുന്നുണ്ടെങ്കിലും ടാനറിന് അതിനെക്കുറിച്ച് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. രാജകൽപ്പന അനുസരിച്ച് ടാനറുടെ വിവാഹം നടക്കുകയാണ്. ഇതെല്ലാം ഒരു സ്വപ്നമായിരിക്കുമെന്ന് സമാധാനിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയല്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ പല്ലക്കിൽ കയറി വരന്റെ കൊട്ടാരത്തിലേക്ക് പോയത്. ആരാണ് ഭർത്താവ് എന്ന് പോലും അറിയാതെ അവളുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അപരിചിതനായ ഒരാൾക്കൊപ്പം ആദ്യരാത്രി ആഘോഷിക്കാൻ ടാനർ ഒരുക്കമായിരുന്നില്ല. എങ്ങനെയെങ്കിലും അത് തടഞ്ഞേ പറ്റൂ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. മണിയറയിൽ തനിച്ചായപ്പോൾ അവൾ ജംഗ്ഷനെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ജംഗ്ഷനും അവൾക്കൊപ്പം വരന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട്. ജംഗ്ഷനോട് അടുത്തിരുന്ന് പുറമൊന്ന് മസാജ് ചെയ്ത് തരാൻ അവൾ പറയുന്നു. ജംഗ്ഷൻ മസാജ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാനർ എന്തോ ഓർമ്മ വന്നതുപോലെ ചാടി എണീറ്റ് ഇരുന്നിരുന്ന കട്ടിൽ പരിശോധിക്കുന്നു. പക്ഷെ താൻ അന്വേഷിക്കുന്ന ബെഡ് അല്ല അതെന്ന് മനസ്സിലായപ്പോൾ ഇന്ന് രാത്രിക്ക് മുമ്പായി ആ ബെഡ് കണ്ടെത്തി എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു അപരിചിതന്റെ കൂടെ ഞാൻ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ടി വരും എന്ന് അവൾ നിരാശയോടെ പറയുന്നു. പെട്ടെന്ന് അവൾക്ക് ഒരു ഐഡിയ കിട്ടിയതുപോലെ ജംഗ്ഷനെ അടിമുടിയോ നോക്കിയിട്ട് അവളുടെ കയ്യിൽ പിടിച്ച് അവളെ സോപ്പിട്ടുകൊണ്ട് ഞാൻ നിനക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയാകാനുള്ള ചാൻസ് തരാം, നീ എന്റെ സ്ഥാനത്ത് ഇവിടെ ഇരുന്ന് ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചോളാൻ പറയുന്നു. ജംഗ്ഷൻ വെപ്രാളത്തോടെ മുട്ടുകുത്തിയിരുന്ന് ഇങ്ങനെയൊന്നും പറയുക പോലെ ചെയ്യല്ലേ കുമാരി, ചക്രവർത്തിയെ ധിക്കരിക്കുന്നതിന് തുല്യമാണത്, നമ്മുടെ തല പോകുന്ന കാര്യമാണെന്ന് പറയുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ടാനർ ആകെ നിരാശയാകുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് അവൾക്ക് എന്തോ കുരുട്ടുബുദ്ധി തോന്നുന്നത്. അവൾ ജംഗ്ഷനോട് തടി കൊണ്ടുണ്ടാക്കിയ ഒരു ബേസിനും ചെറിയ വീപ്പയും വെള്ളം നിറച്ചു കൊണ്ടുവരാൻ പറയുന്നു. കൂടാതെ കുറച്ച് നേരിയ നൂലും ഒരു കമ്പും കൂടി വേണമെന്ന് അവൾ പറയുന്നു. ഇതൊക്കെ കുമാരിക്ക് എന്തിനാണെന്ന് ജംഗ്ഷൻ ചോദിച്ചപ്പോൾ ആവശ്യമുണ്ട്, അതുപയോഗിച്ച് 8ാമത്തെ രാജകുമാരൻ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് തടയാൻ പറ്റും എന്ന് പറഞ്ഞ് അവൾ പൊട്ടിച്ചിരിക്കുന്നു. വിവാഹരാത്രി കൊട്ടാരത്തിലുള്ളവരെല്ലാം ആഘോഷത്തുമുറിപ്പിൽ കുടിച്ചു ബോധമില്ലാതെ കിടക്കുമ്പോൾ ഒരാൾ മാത്രം അതിലൊന്നും ഉൾപ്പെടാതെ മണിയറയ്ക്കരികിലേക്ക് വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും മുതിർന്ന രാജകുമാരൻ മോ ഇഹ്വായ്.
ടാനറുടെ ലവർ അല്ല എക്സ് ലവർ ഇന്ന് രാത്രി കഴിയുന്നതോടെ ടാനർ മറ്റൊരാളുടെ ഭാര്യയാകുമെന്നത് ഉൾക്കൊള്ളാൻ കഴിയാതെ അവൻ മണിയറയിലേക്ക് നോക്കി അമർഷത്തോടെ നിൽക്കുകയാണ്. അതൊന്നും അറിയാതെ ടാനർ അകത്ത് ജിങ്ഷിന്റെ സഹായത്തോടെ തന്റെ ഭർത്താവിനെ കൊടുക്കാനുള്ള കെണി ഒരുക്കുന്ന തിരക്കിലായിരുന്നു. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോൾ വിജയെ പോലെ നിൽക്കുന്ന അവളോട് കുമാരനാകെ ദേഷ്യമാവില്ലേ എന്ന് ജിങ്ഷിൻ ചോദിച്ചപ്പോൾ അതിന് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, എന്നെ കിട്ടുമെന്ന് അയാൾ സ്വപ്നം കണ്ടാൽ മതി എന്ന് അവൾ പറയുന്നു. സമയത്ത് യുഹായുടെ നേർക്ക് എവിടെ നിന്നോ ഷെങ്ങിന്റെ കാവൽക്കാരൻ യുഹാവോ ചാടി വീഴുന്നുണ്ട്. ഒന്നും ചെയ്യേണ്ട എന്ന് ഷെങ് അപ്പോൾ പറയുന്നതും കേൾക്കാം. കുമാരൻ വരുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവൾ ടാനറിനെ പിടിച്ച് ബെഡിലിരുത്തി തലയിൽ കൂടി തുണിയിട്ട് മുഖം മറച്ച് കൈയൊക്കെ നേരെ പിടിച്ച് റെഡിയാക്കി ഇരുത്തുന്നു. പുറത്ത് ഷെങ് അപ്പോഴേക്കും ഈ ഹുവായ്ക്കരികിൽ എത്തിയിരുന്നു. അവൻ അടുത്തേക്ക് വന്നപ്പോൾ യുഹാവോ വാൾ പിൻവലിക്കുന്നു. ഞാനാണെന്ന് അറിഞ്ഞിട്ടും എന്റെ നേർക്ക് ആയുധം നീട്ടണമെങ്കിൽ നിന്റെ കാവൽക്കാരൻ നിസ്സാരക്കാരനല്ലോ എന്ന് ഈ ഹുവായി പറഞ്ഞപ്പോൾ ചേട്ടൻ ഇപ്പോൾ എന്റെ എന്ത് സഹായമാണ് വേണ്ടത് എന്ന് ഷെങ് ചോദിക്കുന്നു. സാമ്രാജ്യവും സുന്ദരിയും തുടക്കം മുതലേ എന്റേതാണ്. രാജകൽപ്പനയാണെങ്കിൽ പോലും അവളെ ഉപേക്ഷിക്കാൻ എനിക്ക് തീരെ മനസ്സ് വരുന്നില്ല. ഒരു ദിവസം ഞാൻ അവളെ ഉറപ്പായും തിരിച്ചെടുത്തിരിക്കുമെന്ന് ഈ ഹുവായി പറഞ്ഞപ്പോൾ അർഹതയില്ലാത്തത് തട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ പണ്ടേ ചേട്ടന്റെ ശീലമാണല്ലോ, അത് സുന്ദരിയായാലും മറ്റെന്തെങ്കിലും ആയാലും അത് സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ അപ്പോൾ മറ്റു പലതും വേണമെന്ന് എന്നെ പോലെ തന്നെ നിനക്കും ആഗ്രഹമുണ്ടല്ലേ, പക്ഷെ നീ ഇന്ന് വരെ അത് പുറമേ കാണിച്ചിട്ടില്ലല്ലോ. എന്നോടിത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇക്കാര്യം മറ്റാരോടെങ്കിലും പറയുമെന്ന് നിനക്ക് പേടിയില്ലേ എന്ന് ഈ ഹുവായി ചോദിച്ചപ്പോൾ ഞാൻ ആ സുന്ദരിയുടെ കാര്യമാണ് പറഞ്ഞത്, മറ്റൊന്നും ഞാൻ ഉദ്ദേശിച്ചില്ല, ചേട്ടൻ തെറ്റിദ്ധരിച്ചതാണ് എന്ന് ഷെങ് പറയുന്നു. ശരി, ഞാൻ തർക്കിക്കുന്നില്ല, എന്തായാലും അവൾ ഒരു ദിവസം എൻ്റെ അടുത്തേക്ക് മടങ്ങി വരിക തന്നെ ചെയ്യും എന്ന് ഈ ഹുവായി പറയുന്നു. രാജ്യത്തിന്റെ അധികാരത്തിന് വേണ്ടി ഇവർ തമ്മിൽ ശരിക്കും നല്ല ശത്രുതയിലാണ്. പക്ഷേ പുറമേ അത് കാണിക്കാതെ പെരുമാറാൻ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുവെന്ന് മാത്രം. അതും പോരാഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഹുവായുടെ ജീവന തുല്യം സ്നേഹിച്ചിരുന്ന ടാനറിനെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാതെ ചക്രവർത്തി ഷെങ്ങിന് വിവാഹം കഴിച്ചു നൽകിയിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് അവർ ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിച്ചുകൊണ്ട് നിന്നത്. അവർ തമ്മിൽ വാഗ്വാദം നടക്കുന്നതിനിടയിൽ കെണിയും തയ്യാറാക്കി കാത്തിരുന്ന ടാനറുടെ ക്ഷമ നശിക്കുന്നുണ്ട്. അയാൾ എന്താണ് ഇത്ര താമസിക്കുന്നതെന്ന് ചോദിച്ച് അവൾ തലയിലെ തുണി മാറ്റിയിട്ട് ഇവിടെ ഭർത്താക്കന്മാരെ സ്ത്രീകൾ സാധാരണ എന്താണ് വിളിക്കാറുള്ളതെന്ന് ചോദിക്കുന്നു. എൻ്റെ പ്രഭു എന്നോ എൻ്റെ ഭർത്താവെന്നോ ആണ് എന്ന് ജംഗ്ഷൻ പറഞ്ഞപ്പോൾ ടാനർ ഒച്ചയൊക്കെ ഒന്ന് ശരിയാക്കി പുറത്തേക്ക് നോക്കി ഉച്ചത്തിൽ പ്രഭു അങ്ങ് അകത്തേക്ക് വരുന്നില്ലേ, എനിക്ക് നീയും കാത്തിരിക്കാൻ കഴിയില്ല എന്ന് വിളിച്ചു പോകുന്നു. പുറത്ത് നിൽക്കായിരുന്ന ഈ ഹുവായി ടാനർ തന്നെയാണ് ഇതെന്ന് പറയുന്നതെന്ന മട്ടിൽ ആകെ അമ്പരന്ന് നിൽക്കുന്നതാണ്. ഷെങ്ങിനാണെങ്കിൽ അത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. ജിങ്ഷിൻ ടാനറിനോട് മതിയാക്കാൻ പറഞ്ഞിട്ട് അവളെ പിടിച്ച് നേരെ ഇരുത്തി വീണ്ടും തലയിൽ തുണിയൊക്കെ ഇട്ട് കൊടുക്കുന്നു. ടാനറിനെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ ഹുവായി ഇപ്പോൾ മുഖത്ത് അടി കിട്ടിയതുപോലെയാണ് നിൽക്കുന്നത്. ഇനിയും ഞാനിവിടെ നിന്നാൽ എൻ്റെ കൺസേർട്ട് വിഷമിക്കും, അതുകൊണ്ട് ചേട്ടൻ മടങ്ങിപ്പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ഷെങ് മണിയറയിലേക്ക് നടക്കുന്നു. ഈ ഹുവായി ആകെ അമർഷത്തിൽ അവിടെ നിന്ന് പോകുന്നു. ഷെങ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയിട്ട് ജിങ്ഷിനോട് ഒച്ചയുണ്ടാക്കാതെ പുറത്തേക്ക് പോകാൻ ആംഗ്യം കാണിക്കുന്നു. ജിങ്ഷിൻ ഒരു മിനിറ്റ് സംശയിക്കുന്നെങ്കിലും തറയിൽ ടാനർ വലിച്ചു കെട്ടിയിരുന്ന നൂലിൽ കാൽ തട്ടാത്ത വിധം ഒന്നും അറിയാത്ത മട്ടിൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സ്ഥലം വിടുന്നു. ജിങ്ഷിൻ നടക്കുന്നത് കണ്ട് താഴേക്ക് നോക്കിയ ഷെങ് നൂല് വലിച്ചു കെട്ടിയിരിക്കുന്നത് കണ്ടിരുന്നു. അവൾ പോയി കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ഒന്ന് വിശകലനം ചെയ്തപ്പോൾ ടാനറിൻ്റെ കെണി അവന് പിടികിട്ടുന്നുണ്ട്. അവൻ അടുത്തേക്ക് വരാത്തതിനാൽ അങ്ങ് എന്താണ് ഇങ്ങോട്ട് വരാതെ അവിടെ തന്നെ നിൽക്കുന്നതെന്ന് ടാനർ ക്ഷമ നശിച്ച് ചോദിക്കുന്നു. എന്ത് പറ്റി, ഇനിയും കാത്തിരിക്കാൻ വയ്യേ, ഒരുമിച്ച് വൈൻ കഴിക്കുന്ന ചടങ്ങ് നടത്താൻ നീ ആദ്യം ഇങ്ങോട്ട് എഴുന്നേറ്റ് വരാൻ അവൻ പറയുന്നു. പണി പാളുമെന്ന് തോന്നിയതിനാൽ വൈൻ കുടിച്ചാൽ ചിലപ്പോൾ എൻ്റെ ബോധം പോയേക്കും. അതുമാത്രമല്ല എൻ്റെ മുഖത്തെ സ്കാർഫ് മാറ്റുന്ന ചടങ്ങല്ലേ ആദ്യം നടത്തേണ്ടത്, അതുകൊണ്ട് അങ്ങ് ഇങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് അവൾ പറയുന്നു. എങ്കിൽ ശരി, ഞാൻ വന്നേക്കാമെന്ന് പറഞ്ഞ് അവൻ ആ നൂലിൽ തട്ടാത്ത വിധം ചാടി ബെഡിലേക്ക് അവളെയും കൊണ്ട് വീഴുന്നു. അവളുടെ സ്കാർഫ് മുഖത്ത് നിന്ന് മാറ്റുന്നു. ടാനറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവൻ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരുന്നു. എൻ്റെ കൈ വേദനിക്കുന്നതെന്ന് പറഞ്ഞ് മുഖം തിരിച്ചപ്പോഴാണ് ഷെങ്ങിൻ്റെ മുഖം അവൾ കണ്ടത്. ഇത് നീയായിരുന്നോ, നീ എന്നത് ആ സിസിമാനല്ലേ എന്നവൾ അമ്പരപ്പോടെ ചോദിക്കുന്നു. പക്ഷെ അവളെ അറിയില്ല എന്ന മട്ടിൽ നിനക്ക് എന്നെ അറിയാമോ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ ഇല്ല, വേറൊരാളാണെന്നാണ് ഞാൻ കരുതിയത്, എനിക്ക് തെറ്റിയതായിരിക്കുമെന്ന് ടാനർ പറയുന്നു. അവനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കാൻ വേണ്ടി വൈൻ കുടിക്കണമെന്ന് പറഞ്ഞില്ലേ, നമുക്കത് കുടിച്ചാലോ എന്ന് അവൾ ചോദിക്കുന്നു. ഇന്നിപ്പോൾ ഒരുപാട് നേരമായില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞവൻ മുഖം അടിപ്പിച്ചാലേക്കും പറ്റില്ല, എനിക്ക് പീരീഡ്സ് ആയിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങ് വേറെ മുറിയിൽ പോയി ഉറങ്ങിയാൽ മതിയെന്ന് അവൾ പറയുന്നു. അപ്പോൾ നീ ഇന്ന് ഈ ഹുവായി രാജകുമാരനെ ഇവിടേക്ക് വിളിച്ചു വരുത്തി ഈ നാടകം കളിച്ചത് നീ ഞാനുമായി ഇഷ്ടത്തിലായി എന്ന് അറിയിക്കാനാണോ അതോ എന്നെ വിശ്വസിപ്പിക്കാനാണോ എന്ന് അവൻ ചോദിക്കുന്നു. ഈ ഹുവായി രാജകുമാരനോ, അതാരാണ് എന്ന് ടാനർ ചോദിച്ചപ്പോൾ നീ ആൾ കൊള്ളാമല്ലോ, നീ നല്ലൊരു നടിയാണല്ലോ എന്ന് അവൻ പറയുന്നു. ആരാണ് നടി എന്ന് ചോദിച്ച് ടാനർ ദേഷ്യപ്പെട്ടപ്പോൾ ഇന്നത്തെ ഷോ ഇവിടെ വെച്ച് നിർത്താം, നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കുക എന്ന് പറഞ്ഞ് ഷെങ് എഴുന്നേറ്റ് നൂലിൽ തട്ടാതെ ചാടി അവിടെ നിന്ന് പോകുന്നു. എടാ വൃത്തികെട്ടവൻ, നീ എന്താ പറക്കുകയാണോ എന്ന് ചോദിച്ച് ടാനർ ചാടി എണീറ്റ് ദേഷ്യത്തിൽ അവൻ്റെ പുറകെ ചെല്ലുന്നു. കെണിയുടെ കാര്യമൊക്കെ അവൾ അല്പനേരത്തേക്ക് മറന്നുപോയി. അവളുടെ കാൽ തന്നെ തട്ടി അവൾ റെഡിയാക്കി വെച്ചിരുന്ന വെള്ളമെല്ലാം അവളുടെ തലവഴിയെ വീഴുന്നുണ്ട്. അടുത്ത നിമിഷം തടിക്കഷ്ണം വന്ന് പുറത്തും അടിക്കുന്നു. അതോടെ ടാനർ ഫ്ലാറ്റ് നിലത്തേക്ക് വീണ് അവളുടെ ശരീരത്തിൽ നിന്ന് ചെറിയൊരു സഞ്ചി അവിടെ തെറിച്ചു വീണതും കാണിക്കുന്നുണ്ട്. അടുത്ത ദിവസം ടാനർ ഉണരുന്നതും കാത്ത് ജിങ്ഷിൻ തയ്യാറായി നിൽക്കുകയാണ്. ഇന്ന് ഉണരുന്നത് ഏത് കുമാരിയാണെങ്കിലും രണ്ടുപേർക്കുമുള്ളത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പ്രശ്നം വരില്ല എന്ന് അവൾ പറയുന്നു. ടാനർ എഴുന്നേൽക്കുന്ന കണ്ട് അവൾ സന്തോഷത്തോടെ ടാൻ നീ ഉണർന്നു എന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുന്നു.
പക്ഷേ ടാനർക്ക് ആ വിളിയും ചോദ്യവും ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവൾ കാലുകൾ താഴേക്ക് വെച്ചപ്പോൾ ജിങ്ഷൻ താഴെ നിന്ന് ചെരുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവളെ പിടിച്ച് കണ്ണടിക്ക് മുന്നിൽ കൊണ്ടിരുത്തി മുടി ചീപ്പി കൊടുക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഉണർന്നിരിക്കുന്നത് നമ്മുടെ ടാനറല്ല, യഥാർത്ഥ മന്ത്രികുമാരി തന്നെയാണ് എന്ന് അവളുടെ പെരുമാറ്റം കണ്ടാലറിയാം. ഷെങ് പെണ്ണ് കാണാൻ വന്നുപോയ ശേഷം കുമാരനെ ഇഷ്ടപ്പെട്ടുവെന്ന് അച്ഛൻ അവളോട് ചോദിച്ചത് അവൾ ഓർമ്മിക്കുന്നു. ഇത് രാജകൽപ്പനയും എൻ്റെ പേരൻസിന്റെ ആഗ്രഹവുമല്ലേ, അപ്പോൾ ഞാൻ എങ്ങനെ ധിഖരിക്കുമെന്ന് അവൾ ചോദിക്കുന്നു. വിവാഹം കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഷെങ്ങിന്റെ ഇഷ്ടവും വിശ്വാസവും നേടിയെടുക്കാൻ ശ്രമിക്കണം. അതുപോലെ അവന്റെ ഓരോ നീക്കങ്ങളിലും നിന്റെ കണ്ണുണ്ടാവണം. നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നിന്നെ ആശ്രയിച്ചിരിക്കുകയാണ്. നിന്റെ മനസ്സിൽ ഇപ്പോഴും ഈഹുവായി ആണ് എന്ന് എനിക്കറിയാം. പക്ഷെ അദ്ദേഹം ഇപ്പോൾ നിന്റെ ചേച്ചിയുടെ ഭർത്താവാണ് എന്ന കാര്യം നീ മറക്കരുത്. നിനക്ക് ഈഹുവായിയോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ ഷെങ്ങിന്റെ കൊട്ടാരത്തിൽ തന്നെ നീ ഏത് വിധത്തിലെങ്കിലും പിടിച്ചു നിൽക്കണം. എന്നിട്ട് സമയം വരുമ്പോൾ ഈഹുവായിക്ക് അടുത്ത രാജാവായ അധികാരമേൽക്കാൻ സഹായമാകുന്ന വിധത്തിൽ നിന്നോട് പറയുന്നതെല്ലാം ചെയ്യണം. രാജാവായി കഴിയുമ്പോൾ അദ്ദേഹം തീർച്ചയായും നിന്റെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് അച്ഛനോട് പറയുന്നു. ഈഹുവായിക്കും അച്ഛനും നല്ലത് വരുമെങ്കിൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് ടാനർ സമ്മതിക്കുന്നു. അങ്ങനെ ഒരു സംസാരം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അവൾ വിവാഹത്തിന് സമ്മതിച്ചത്. ഒരു സ്പൈയായാണ് അവൾ അവിടെ എത്തിയിരിക്കുന്നതെന്ന് പറയാം. ഇതാണോ ഷെങ്ങിന്റെ കൊട്ടാരം എന്ന് ജിങ്ഷിനോട് അവൾ ചോദിക്കുന്നു. അതെ, കുമാരി ഇപ്പോൾ അദ്ദേഹത്തിന്റെ കൺസേർട്ട് ആണ് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഉറങ്ങിയത് എന്ന് അവൾ മടിച്ചു ചോദിക്കുന്നു. കുമാരൻ വളരെ കുറച്ച് സമയമേ ഇവിടെ നിന്നുള്ളൂ, നിങ്ങൾ ഒരുമിച്ചല്ല ഉറങ്ങിയത് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അവൾക്ക് നല്ല ആശ്വാസമാകുന്നു. പ്രിൻസ് ഈഹുവായി ഇവിടെ എങ്ങാനും വന്നിരുന്നു എന്ന് ടാനർ ചോദിച്ചപ്പോൾ വന്നിരുന്നു, പക്ഷെ ആ സമയത്ത് കുമാരി ഷെന്നെ വിളിക്കുന്നത് കേട്ട് അദ്ദേഹം ദേഷ്യപ്പെട്ടാണ് പോയത് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ ഞാൻ എന്താണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നു. ടാനർ തലേന്ന് രാത്രി ഷെങ്ങിനെ വിളിച്ചതുപോലെയൊക്കെ ജിങ്ഷിൻ അനുകരിച്ച് കാണിച്ചപ്പോൾ കുറെ നാളുകളായി എനിക്കെന്തോ പ്രശ്നമുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ ഒരു ഭ്രാന്തിയെ പോലെയാണ് പെരുമാറുന്നത്. ഇനി ഞാൻ അങ്ങനെ ബോധമില്ലാതെ എന്തെങ്കിലും കാണിക്കാൻ തുടങ്ങിയാൽ നീ ഉറപ്പായും എന്നെ തടയണം. അതുപോലെ ആ സമയത്തൊന്നും അച്ഛനും ഈഹുവായും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഞാനും അദ്ദേഹവും തമ്മിൽ മുമ്പുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചോ ഒരക്ഷരം പോലും പറയരുത്. ഇനിയിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസമല്ലേ, അവിടെ ചെല്ലുമ്പോൾ ഞാൻ വീണ്ടും അതുപോലെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ എന്ന് നീ ശ്രദ്ധിച്ചോണം. അച്ഛനെയും മന്ത്രിക്കൊച്ചമ്മയും ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാതെ നീ നോക്കിക്കൊള്ളണം എന്നൊക്കെ ടാനർ പറയുന്നു. അത് ഞാൻ ഏറ്റവും ജിങ്ഷൻ പറഞ്ഞപ്പോൾ ടാനർ അവളുടെ കയ്യിൽ പിടിച്ചിട്ട് ഞാൻ പല നേരത്തും പല സ്വഭാവം കാണിക്കുന്നത് തിരിച്ചറിയാൻ പോലും കഴിയാതെ നീ ബുദ്ധിമുട്ടുന്നുണ്ടാവും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയല്ല, എനിക്കിപ്പോൾ നന്നായി തിരിച്ചറിയാൻ പറ്റും. ഉദാഹരണത്തിന് കുമാരി ഈ തലയിലിരിക്കുന്ന ബൺ പഴയ ഫാഷനാണ് എന്ന് പറയുമ്പോഴും പുരുകം വളച്ചു വരയ്ക്കുന്നതിന് പകരം നേരെ വരയ്ക്കാൻ പറയുമ്പോഴും കുമാരി എന്ന് വിളിക്കാതെ ടാൻ എന്ന് വിളിക്കാൻ പറയുമ്പോഴും ഒക്കെ കുമാരി ഉന്മാദാവസ്ഥയിലാണ് എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും എന്ന് ജിങ്ഷൻ പറയുന്നു. മറ്റാരോ തന്റെ ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് ടാനർക്ക് അറിയാമായിരുന്നു. വല്ല ദുഷ്ടശക്തികളുമായിരിക്കുമോ എന്ന് അവൾ ചിന്തിക്കുന്നു. എന്തായാലും ഞാൻ നന്നായി ശ്രദ്ധിക്കണം എന്നും അവൾ ചിന്തിക്കുന്നു. ഈ ടാനർക്ക് വളരെ ഭംഗിയായി എംബ്രോയിഡറി ചെയ്യാൻ അറിയാമായിരുന്നു. അവൾ എന്തോ തുന്നിക്കൊണ്ടിരിക്കുമ്പോഴാണ് പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് വില കൂടിയ വസ്ത്രങ്ങൾ ധരിച്ച രണ്ട് സ്ത്രീകൾ അവിടേക്ക് കയറി വന്നത്. അതാരാണെന്ന് ടാനർ ജിങ്ഷിനോട് ചോദിക്കുന്നു. അത് ഷെന്നിന്റെ 2 കോൺക്യൂബുമാരാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജിങ്ഷിൻ അവരെ സ്വീകരിക്കാനായി പുറത്തേക്ക് പോകുന്നു. അതേസമയം യുഹാവോ ഷെന്നിനടുത്തെത്തി അവൻ നിർദ്ദേശിച്ചതുപോലെ ഇന്നലെ രാത്രി ടാനർക്കൊപ്പമല്ല ഉറങ്ങിയത് എന്ന വിവരം മറ്റ് 2 കോൺക്യൂബുമാരെ അറിയിച്ചെന്നും അവൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അവർ ടാനറിനെ കാണാൻ പോയിട്ടുണ്ട് എന്നും അറിയിക്കുന്നു. അവർ രണ്ടുപേരും യുഹാവയുടെ ചാരന്മാരാണ് എന്ന് അറിഞ്ഞിരുന്നിട്ടും അവരോടത് പറഞ്ഞത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് യുഹാവോ പറഞ്ഞപ്പോൾ താൻ ഭയങ്കര മിടുക്കനാണ് എന്നാണ് യുഹാവ കരുതുന്നത്. അവൻ ചാരന്മാരെ ഇവിടെ കഴിച്ചിരിക്കുന്ന ഒന്നും എനിക്കറിയില്ല, ഞാൻ പൊട്ടനാണ് എന്ന് അവൻ കരുതിക്കോട്ടെ, അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന് ഷെങ് പറയുന്നു. ടാനറിനെ പ്രത്യേകം നിരീക്ഷിച്ചോണം. ഈഹുവായിയെ തോൽപ്പിക്കാൻ നമുക്ക് കഴിയുമോ ഇല്ല എന്നുള്ളത് അവളെ ആശ്രയിച്ചിരിക്കുകയാണ് എന്ന് മറക്കരുത് എന്നും ഷെങ് യുഹുവായോട് പറയുന്നു. നിരീക്ഷിച്ചോളാമെന്ന് അറിയിച്ചിട്ട് അവൻ പോകുന്നു. ടാനർ എഴുന്നേറ്റ് പുറത്തേക്ക് വന്ന് 2 ക്യൂബിനെയും സ്വീകരിച്ച് ഇരിക്കാൻ പറയുന്നു. അവരുടെ വരവിന്റെ ഉദ്ദേശം അത്ര നല്ലതായിരിക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് ജിങ്ഷൻ അസ്വസ്ഥയാകുന്നുണ്ടെങ്കിലും ടാനർ അവളെ സമാധാനിപ്പിച്ചിട്ട് അവർക്കൊപ്പം ചെന്നിരിക്കുന്നു. കുമാരി ഒരു സുന്ദരിയാണെന്ന് പറഞ്ഞു കേട്ടത് സത്യം തന്നെയാണ് എന്ന് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമായി. ഇത്ര സുന്ദരിയായ ഒരാളെ ആദ്യ രാത്രിയിൽ ഒറ്റയ്ക്കാക്കാൻ കുമാരൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് ഒരാൾ ചോദിച്ചപ്പോൾ എത്ര സൗന്ദര്യമുണ്ടെങ്കിലും എന്താണ്, കുമാരൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യമില്ലല്ലോ എന്ന് മറ്റൊരാൾ പറയുന്നു. മാത്രമല്ല ഈഹുവായുമായി അവർക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും അവനുവേണ്ടി അവൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതുമല്ലേ, പിന്നെ എങ്ങനെ വിവാഹത്തിന് സമ്മതിച്ചു എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ ഈഹുവായെ കാണാൻ സുന്ദരനും മിടുക്കനുമൊക്കെ ആണെങ്കിലും മരിച്ചുപോയ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പത്നിയുടെയും ഒക്കെ പ്രീതി പിടിച്ചു വച്ചിരിക്കുന്നതിനാൽ നമ്മുടെ പ്രഭുവിനായിരിക്കും അടുത്ത കിരീടമണിയാനുള്ള സാധ്യത കൂടുതലെന്ന് കുമാരി ചിന്തിച്ച് കാണും. അതുകൊണ്ടായിരിക്കും കുമാരി മനസ്സ് മാറ്റിയത് എന്ന് മറ്റേയാൾ പറയുന്നു. രണ്ടുപേരും മാറിയും തിരിഞ്ഞും ടാനറിനെ പരിഹസിച്ച് ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. കുറെ ആയപ്പോൾ അവളുടെ ക്ഷമ നശിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല, നിങ്ങൾ മടങ്ങിപ്പോയിക്കോളാം അവൾ അവരോട് പരുക്കനായി പറയുന്നു. ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടാണോ ഈ വിഷമം, ഞങ്ങൾ ഇല്ലാത്തൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അവൾ പറഞ്ഞപ്പോൾ ടാനർ എഴുന്നേറ്റിട്ട് ഞാനും ഈഹുവായും തമ്മിൽ ഒരു ബന്ധവുമില്ല, നിങ്ങൾ കേട്ടതും പറഞ്ഞതുമെല്ലാം വെറും റൂമറുകളാണ്, അതെല്ലാം കള്ളമാണ് എന്ന് പറയുന്നു. അവർ പോകാനെന്നോണം എഴുന്നേറ്റിട്ട് നീ ഈ കൊട്ടാരത്തിലേക്ക് വന്നു കയറിയതല്ലേ ഉള്ളൂ, അതിനു മുമ്പേ ഭരണം തുടങ്ങിയോ, വെറും ഒരു കോൺക്യൂബിന്റെ മകളായ നിനക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കൺസൾട്ട് ആകാൻ കഴിഞ്ഞു എന്ന് കരുതി അഹങ്കരിക്കരുത് എന്നവർ പറയുന്നു. ഇനി എനിക്കൊന്നും പറയാനും കേൾക്കാനും ഇല്ല എന്ന മട്ടിൽ ജിങ്ഷൻ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ അവരിൽ ഒരാൾ മനഃപൂർവ്വം കാല് കുറുകെ വെച്ച് ടാനറിനെ തട്ടി താഴെ ഇടുന്നു. താഴെ വീണ് ബോധം പോയതുപോലെ കിടന്ന ടാനറിനെ ജിങ്ഷൻ ഓടിച്ചെന്ന് കുലുക്കി ഉണർത്തുന്നു. ഞാൻ എങ്ങനെയാണ് താഴെ വീണത് എന്ന് ചോദിച്ചുകൊണ്ട് ഉണർന്നു വന്ന ആളെ കണ്ടപ്പോഴേ ടാൻ ആണെന്ന് ജിങ്ഷന് മനസ്സിലാകുന്നു. അവൾ ഉണർന്നപ്പോഴേക്കും സൂത്രത്തിൽ തടിപ്പാൻ തുടങ്ങിയിരുന്ന കോൺക്യൂബിന്മാരോട് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ട്
അതാരാണ് എന്നവൾ ജിങ്ഷനോട് ചോദിക്കുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ഉറപ്പുള്ളതുപോലെ അവർ രണ്ടുപേരും പ്രിൻസസിന്റെ ക്യോൻക്യൂബുമാരാണ് എന്ന് ജിങ്ഷൻ ടാനിനോട് പറയുന്നു. വീണത് എങ്ങനെയായിരിക്കുമെന്ന് അവൾക്കൊരു ഐഡിയ കിട്ടുന്നതിനാൽ ക്യോൻക്യൂബോ ഇങ്ങോട്ടും തിരിഞ്ഞ് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അവൾ ആർക്കരിയിലേക്ക് ചെന്ന് അടിമുടി നോക്കി. പെർഫ്യൂമിൻ്റെ മണമൊക്കെ പിടിച്ചിട്ട് എന്തൊരു വൃത്തികെട്ട ടേസ്റ്റാണ് നിങ്ങൾക്ക്. ഇതൊക്കെ വെച്ച് അദ്ദേഹത്തിൻ്റെ ക്യോൻക്യൂബ് ആവാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു? നിങ്ങളിതുവരെ ഭാര്യ മിസ്ട്രസ്സുമാരെ അടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ രണ്ടുപേരെയും മാറി മാറി കണക്കിന് തല്ലുന്നു. കലക്കി എന്ന് പറഞ്ഞ ജിങ്ഷൻ അവളെ അഭിനന്ദിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.